ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു മനുഷ്യനെ, ഫാക്ടറി ജോലിക്കാരനായ ഒരു മനുഷ്യനെ ജീവനോടെ കെട്ടിത്തൂക്കി കത്തിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ അറിയണം. 2024 അവിടെ ഒരു വലിയ റെവല്യൂഷൻ നടന്നതും ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ അഭയം കൊടുക്കുന്നത് ഇന്ത്യയുമാണ്. ആ 2024 റെവല്യൂഷന്റെ സമയത്ത് ഉയർന്നു വന്നൊരു നേതാവാണ് ഷാരിഫ് ഒസ്മാൻ ഹഡി എന്ന യുവാവ്. തികഞ്ഞ ആന്റി ഇന്ത്യൻ സ്ലോഗൻസും ആന്റി ഇന്ത്യൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരാളാണ് അയാൾ. എന്തിനേറെ ഈ മാപ്പ് വരെ അയാൾ പുറത്തുവിട്ടതാണ്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എല്ലാം ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തുവിട്ടൊരു മാപ്പാണ്. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല. ഇന്ത്യയോട് നല്ല രീതിയിലുള്ള വിരോധമുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് അവിടെ ആന്റി ഇന്ത്യൻ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല. ഈ ഷരീഫ് ഒസ്മാൻ ഹഡി എന്ന യുവാവിനെ ആരോ 3 പേർ, 3 മുഖമുടിധാരികൾ വെടിവെച്ചു കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെട്ടത് ഇന്ത്യയിലേക്കാണെന്നൊക്കെ വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ ഇയാളുടെ അനുയായികൾ പറയുന്നത് ഇന്ത്യയാണ് ഷാരിഫ് ഒസ്മാൻ ഹഡിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി എന്നാണ്. ഇതുവരെ ഇയാളുടെ കൊലയാളിയെ പിടിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യക്കാരാണ് ചെയ്തത് എന്നതിന് യാതൊരു തെളിവുമില്ല. അയാളൊരു ആന്റി ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യയുടെ തലയിലേക്ക് അത് വീണതാണ്. അതിന്റെ ആഫ്റ്റർ മാത്തായിട്ടാണ് ഇപ്പോൾ അവിടെ കലാപം നടക്കുന്നത്. അവിടുത്തെ ഹിന്ദുവായിട്ടുള്ള മൈനോറിറ്റീസ് എല്ലാം ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ വാർത്തയും വരുന്നു. ഇതിനോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സംഘടനകളും ഈ കലാപത്തിന് സഹായം നൽകുന്നുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇനി ഈ പ്രശ്നം ഇത് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആരാണ്? ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ സാധാരണ മുസ്ലിങ്ങളെയാണ്. അതിൻ്റെ പല ലക്ഷണങ്ങളും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളായ കുറേ ബംഗ്ലാദേശികൾ ചെയ്തതിൻ്റെ കാര്യത്തിന് ഇപ്പോൾ സ്ക്രൂട്ടിനി നേരിടുന്നതും ഇവിടുത്തെ മുസ്ലിമുകളാണ്. ഇതിനെന്തോ മറുപടി കൊടുക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിമുകളുടെ ജോലിയാണ്. അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിമുകളും അവിടുത്തെ മുസ്ലിമുകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ഇസ്ലാമോഫോബ് പരത്താൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത്. മൈനോറിറ്റീസ്, അതിപ്പോൾ ഇന്ത്യയിലെ മുസ്ലിംസ് ആയാലും ബംഗ്ലാദേശിലെ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ജ്യൂസ് ആയാലും മറ്റേത് മതക്കാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അവർ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കണം. ഇവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത് ബംഗ്ലാദേശിലെ മൈനോറിറ്റിയായ ഹിന്ദുക്കൾക്കൊപ്പമാണ്. അവരുടെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇവിടുത്തെ സാധാരണ മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തുക, അവരെ ആക്രമിക്കുക എന്നതല്ല. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഒരു മനുഷ്യനെ കെട്ടിത്തൂക്കി ജീവനോട് കത്തിച്ചില്ലേ, അതുപോലൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ലവ് ജിഹാദ് ആരോപിച്ച് ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുത്വവാദി ജീവനോട് കത്തിച്ച സംഭവം ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹിന്ദുത്വവാദി അങ്ങനെ ചെയ്തു എന്നതിൻ്റെ പേരിൽ പുറത്ത് താമസിക്കുന്ന ഒരു ഹിന്ദുവിനെ അവിടെയുള്ളവർ ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും? അയാളെ ഒറ്റപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് ബംഗ്ലാദേശിലെ കാര്യം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ ബംഗ്ലാദേശിലെ മൈനോറിറ്റിയായ ഹിന്ദുക്കൾക്കൊപ്പം തന്നെയായിരിക്കും. പക്ഷേ ഇതിനെ അവസരമായി കണ്ട് ഇത് ഉപയോഗിക്കുന്ന മറ്റു ചിലരും നമ്മുടെ രാജ്യത്തുണ്ട്.